പ്രലോഭനങ്ങൾ പുറമേ നിന്നുള്ള സൈറ്റന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ പ്രലോഭനങ്ങൾക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ആ പ്രലോഭനങ്ങളുടെ മുമ്പിൽ നമ്മൾ ബോധപൂർവം പറയുമ്പോൾ പുറമേ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന തിന്മ ഇന്ന് നമ്മുടെ ഉള്ളിൽ അധികാരമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ബോണ്ടേജ് എന്ന് പറയുന്നത്, ബന്ധനം എന്ന് പറയുന്നത്. കാരണം തിന്മ ഇപ്പം എൻ്റെ ഉള്ളിലാണ്. പുറമേ ആയിരിക്കേണ്ട തിന്മ ഇന്നിപ്പോൾ എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിൽ അത് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ തിന്മ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിന്റെ ഗ്രേവ് എക്സ്ട്രീം ഫോമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഒരു തരം പൊസഷൻ കേസിലേക്ക് എത്തുക. ടോട്ടലി പൊസസ്ഡ്. അതായത് അവന്റെ ഇച്ഛാശക്തി മാത്രമല്ല, അവന്റെ ശരീരഭാഷ, അവന്റെ ചിന്ത, അവന്റെ തീരുമാനങ്ങൾ, അവന്റെ സംസാരം, അവന്റെ നോട്ടം, അവന്റെ ചെയ്തികൾ എല്ലാം തന്നെ പൈശാചികമായി മാറുന്നത് ടോട്ടലി പൊസസ്ഡ് ആവും. തിന്മ ഒരു വ്യക്തിയെ ടോട്ടലി പൊസസ് ചെയ്യുമ്പോഴാണ്. അതിനേറ്റവും മനോഹരമായ ഉദാഹരണമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്ത് 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. പിശാചു ബാധിച്ച ഒരുവൻ, ഒരു ബാധ കയറിയതുപോലെയാണ്, കംപ്ലീറ്റ് ഒരു പൊസസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു പിശാചു ബാധിതനെ പരിചയപ്പെടുത്തുന്നത്. വായിക്കാവോ? അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. കണ്ടോ? അവൻ എവിടെന്നാ വരുന്നേ? ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന്. അവന്റെ ചിന്താശേഷിയെ സേറ്റൻ കട്ട് ചെയ്തു എന്നതിന്റെ തെളിവാണ് അവനിപ്പോ ബോധപൂർവ്വം ചിന്തിക്കാൻ പറ്റുന്നില്ല. അവന്റെ സുബോധം പോയി. അതാണ് പിശാച് ഒരുവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന അവന്റെ ചിന്താശേഷിയാണ്, സുബോധത്തെയാണ്. എവിടെ കിടക്കേണ്ടവനാ? വീട്ടിൽ കിടക്കേണ്ടവൻ ഇപ്പൊ എവിടെ കിടക്കുന്നേ? ശവകുടീരത്തിൽ. വീട്ടിൽ കിടക്കേണ്ടവൻ ഇന്ന് വഴിയിലാണ് കിടക്കുന്നത്. പിന്നെ വണ്ടി വിളിച്ച് മക്കൾ കൊണ്ടുപോകണം. ചിലപ്പോൾ മുണ്ടും ഉണ്ടാവില്ല, ഉടുതുണിയും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ തൃശ്ശൂര് ഭക്ഷണത്തിന് നിർത്തിയതാ. ഇങ്ങനെ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ജിജ്ഞാസയുണ്ടല്ലോ, ഇതെന്നാണെന്നറിയാതെ വിലക്ക് കിൽക്കി കുത്തോ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങുമല്ലോ. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഇതൊന്ന് നോക്കിക്കോന്നൊക്കെ പറഞ്ഞ് ബാഗ് നോക്കിക്കോളാൻ പറഞ്ഞത് എന്താണെന്നറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഒരു സഹോദരൻ അവിടെ കിടപ്പുണ്ട്. ചുറ്റുപാടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നോക്കും, ഒറ്റ നോട്ടേ നോക്കുള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ പുള്ളി കഴിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ പുള്ളി ഛർദ്ദിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, ലഞ്ച് എന്തായിരുന്നു, വൈകിട്ട് ചായക്ക് എന്നായിരുന്നു അറിയണമെങ്കിൽ പുള്ളി ഛർദ്ദിച്ചിട്ട് നോക്കിയാൽ മതി. കുടിച്ച് അവസാനം മൂക്കുറ്റ് കുടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ആ കുടിച്ചു ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞിട്ട് നേരെ നിൽക്കാൻ കൽപ്പില്ല. എന്നിട്ട് പുള്ളി ഛർദ്ദിച്ച് അവിടെ കിടക്കുക. ഈ ഛർദ്ദിയിൽ തന്നെയാണ് പുള്ളി കിടക്കുന്നത്. ഉടുത്തിരിക്കുന്ന മുണ്ടൊക്കെ ഇങ്ങനെ പാതി വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക, പോകുന്നവര് ഇങ്ങനെ എടുത്ത് മറച്ചിടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഛർദ്ദിച്ചിട്ടിരിക്കുന്നത് നമ്മളാണ്, നമുക്ക് ഒറ്റ നോട്ടം പോലും നോക്കാൻ പറ്റും. പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഈ മദ്യപാനത്തിന്റെ ആ ദുരാത്മാവ് കയറിയത് കൊണ്ട് സുബോധം കട്ടായിപ്പോയി. ഈ ഒരു അരൂപി പ്രവർത്തിക്കുമ്പോൾ സുബോധം കട്ട് ചെയ്യും എന്ന് പറയുന്നത് ഏറ്റവും തെളിവാണ് ആ ഛർദ്ദിച്ചിട്ടത് പുള്ളി നക്കി തിന്നുക. ഈ ഛർദ്ദിച്ചിട്ടത് നക്കി തിന്നുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ബോധമുള്ള ആരെങ്കിലും ചെയ്യും? പറ, നിങ്ങൾ പറ. ബോധമുള്ള ആരെങ്കിലും ചെയ്യോ? ഇല്ല. ഛർദ്ദിച്ച ആരെങ്കിലും പിന്നെ നക്കി തിന്നോ? ഇല്ല. നമ്മൾ അല്പ സുബോധം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യല. ഈ മദ്യപാനത്തിന്റെ ദുരാത്മാവ് അവന്റെ മേല് ഒരു അടിമത്തമായി മാറി, ബോണ്ടേജ് ആയി. ഇപ്പൊ ഈ മദ്യപാനമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, അതോടുകൂടി ആ സ്പിരിച്വൽ അറ്റാക്ക്, ആ ദുരാത്മാവ് പ്രവർത്തിച്ചപ്പോ അവന്റെ സുബോധം കട്ടായിപ്പോ. അവൻ എവിടെ കിടക്കുന്നത്? വീട്ടിൽ കിടക്കേണ്ടവനാണ്. മക്കളും ഭാര്യയൊക്കെ ഒരു ഭർത്താവിന്റെ വരവും കാത്തും അപ്പന്റെ വരവും കാത്തും വീട്ടിൽ ഇതെങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള സുബോധം പോയിട്ട് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഛർദ്ദിച്ച് കിടക്കുന്നു. ഛർദ്ദിച്ചത് നക്കി തിന്നുന്ന അവസ്ഥയിൽ അവരുടെ സുബോധം പോയി. ഹല്ലേലൂയ. ഒരു തിന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സുബോധത്തെ റൈറ്റ് സെൻസ് എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് റൈറ്റ് സെൻസ്. അവന്റെ സുബോധത്തെ കട്ട് ചെയ്ത് കളയും. ആ സുബോധം കട്ടായി കഴിഞ്ഞാൽ പിന്നെ അപ്പനാണോ അമ്മയാണോ ജീവിത പങ്കാളിയാണോ മക്കളാണോ ഇതൊന്നും ഒരു നോട്ടമില്ലാത്ത അവസ്ഥ വരും.
അതുകൊണ്ടല്ലേ സ്വന്തം ഒരു പ്രണയിച്ചവന്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലുക എന്നങ്ങനെ ഇതെങ്ങനെ സാധ്യമാകുന്നത്? ആ പ്രണയത്തിന്റെ ദുരാത്മാവ്, അങ്ങനെ വേണം അതിനെ വിളിക്കാനായിട്ട്. ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്തതാണ് ആ വിഷയം. അതുകൊണ്ടാണ് ആ സ്നേഹത്തിൽ നിന്ന്, പരിശുദ്ധമായ സ്നേഹത്തിൽ നിന്നല്ലാത്തതായതുകൊണ്ടും ഒരു അവിശ്വസ്തതയുടേതായതുകൊണ്ടും അത് ദുരാത്മാവിന്റെയാണ്, പരിശുദ്ധാത്മാവിന്റെ അല്ല. അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ച് കൊന്നിട്ട് അവന്റെ പുറകെ പോകും. സുബോധം പോയി, റൈറ്റ് സെൻസ് കട്ട് ചെയ്തു. ഹല്ലേലൂയ. ഒരു വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ചിന്ത, എന്നെ കുറിച്ചുള്ള ആ ദൈവിക പദ്ധതി ഉണ്ടല്ലോ, വിശുദ്ധ ജീവിതത്തെ കുറിച്ചത്, അതേക്കുറിച്ചുള്ള സുബോധം കട്ടായി. ഞാനിപ്പോ എന്താ? പാപത്തിലാ, ഞാൻ അശുദ്ധിയില്ല, മ്ലേച്ഛതയില്ല. അതെന്നെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നേ. എങ്ങോട്ട് നോക്കിയാലും, ആരെ കണ്ടാലും, എന്നെ ആലോചിച്ചാലും, പള്ളിയിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എന്റെ മനസ്സിന്, എന്റെ ചിന്തകളെ വേട്ടയാടുന്നത് ഈ മ്ലേച്ഛതയാണ്. അതുകൊണ്ട് വിഷാദ പ്രവൃത്തിക്ക് ആദ്യം സംഭവിക്കുന്ന അവന്റെ റൈറ്റ് സെൻസ്, ചിന്തിക്കാനുള്ള അവന്റെ കഴിവിനെ അറ്റാക്ക് ചെയ്യും. ഞാൻ ആരാണ്? എന്റെ വില എന്താണ്? ഇതാണ് യേശുക്രിസ്തുവിൽ, പരിശുദ്ധാത്മാവിൽ ഒരു ദൈവ പൈതൽ രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്നാണെന്നറിയോ? അവന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കും. യേശുക്രിസ്തുവിൽ ഒരുവന്റെ വില എന്താണെന്നും വിളി എന്താണെന്നും തെരഞ്ഞെടുപ്പ് എന്താണെന്നും ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുമ്പോ, ദുരാത്മാവ് പ്രവർത്തിക്കുമ്പോ അവന്റെ വില എന്താണെന്നോ നില എന്താണെന്നോ വിളി എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും പിന്നെ അവന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര കണ്ട് ഉപദേശിക്കാൻ നോക്കിയാലും, എത്ര കണ്ട് പറയാൻ നോക്കിയാലും അവനത് മനസ്സിലാകില്ല. കാരണം എന്താ? ഇത് മനസ്സിലാക്കണമെങ്കിൽ അവന് സെൻസ് വേണ്ടേ? നമ്മൾ പറയില്ല, നമ്മൾ എത്ര പറഞ്ഞാലും വെച്ചാൽ മനസ്സിലാവും. ഒരു സെൻസും ഇല്ലെന്ന് പറയും. അവനൊരു സെൻസും ഇല്ലെന്നാ പറയുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ഒരു സെൻസും ഇല്ലെന്ന് പറയുന്നത്. പറഞ്ഞു, മോളെ ഈ ബന്ധം ഉപേക്ഷിക്ക്, ഇത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഇത് നിന്റെ വിശ്വാസ ജീവിതത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും ദൈവം ആഗ്രഹിക്കാത്ത ബന്ധമാണെന്നും പച്ച മലയാളത്തിൽ പറഞ്ഞു ഈ സാധനത്തിന്റെ തലയ്ക്കകത്ത് കയറിയാലത്. ഹല്ലേലൂയ. പിന്നെ ഇറങ്ങിപ്പോയിട്ട് അവസാനം നരകതുല്യമായ അവസ്ഥ വന്നപ്പോ ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങി. അവർക്ക് 2, 3, 4 ഒരേ സമയത്ത് കെട്ടാവുന്ന ഗ്രൂപ്പായിരുന്നു, പേര് പറയുന്നില്ല. ഒരേ സമയത്ത് 4, 5 കല്യാണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. നല്ല മലയാളത്തിൽ ഈ പെങ്കൊച്ചിനടുത്ത് പറഞ്ഞു കൊടുത്താ ഇത് അപകടത്തിലേക്കുള്ള പോക്കാണെന്ന്. മോളെ, ഇതാ പ്രായത്തിന്റെയും വൈകാരികമായ അപക്വതയുടെയും തീരുമാനമാണ്, നിന്റെ വിശ്വാസം പോലും ക്ഷയിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവസാനം ഒരു ദുരനുഭവത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ, അതിന്റെ ആ അങ്ങേറ്റം തകർന്നു കഴിഞ്ഞപ്പോ ഒരു അല്പമെങ്കിലും തിരിച്ചറിവ് കിട്ടി. ആ സമയത്ത് ഈ പറയല്ലേ, ഇതിനു മുമ്പും സമാനമായ കാര്യം തന്നെ പറഞ്ഞു, അന്ന് മനസ്സിലായില്ല. ഇതിങ്ങനെ സംഭവിക്കും, ഇത് ഇവിടെ ചെന്ന് അവസാനിക്കുന്നൊക്കെ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലകളിലും അവളോട് പറഞ്ഞത്. നല്ല മലയാളത്തിലാ പറഞ്ഞത്, കേട്ടില്ല. അന്നേ വർഷം അന്ന് ഈ തിന്മ തലയ്ക്കകത്ത് കയറിയിട്ട് അവളുടെ സുബോധത്തെ കട്ട് ചെയ്ത് കളയും. സർമർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിൽ നിന്നും, വിശ്വാസ ജീവിതത്തിൽ നിന്നും, ഇന്നോളം നിന്റെ ജീവിതത്തിൽ നീ സ്വന്തമാക്കിയ വിശ്വാസ യാത്രയിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കുന്ന സകല ബന്ധങ്ങളും മുറിക്കേണ്ടതുണ്ട്, അതിനെ വെട്ടിമാറ്റേണ്ടതുണ്ട്. കാരണം നിനക്ക് ഈ ലോകത്തിലെ ബന്ധമല്ല വലുത്, അതിനേക്കാളും നിനക്ക് വലുതാകേണ്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്. അപ്പൊ അതിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന എന്തുവാകട്ടെ, ആരുമായിട്ടാകട്ടെ, അത് ക്രൈസ്തവരോ അക്രൈസ്തവരോ ആകട്ടെ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും, നിന്റെ വിശുദ്ധ കുർബാനയിൽ നിന്നും, നിന്റെ കൂദാശ ജീവിതത്തിൽ നിന്നും പുറത്തോട്ടിറക്കുന്ന ബന്ധങ്ങൾ പൈശാചികമാണെന്നറിയണം. പൈശാചികം. ഇത് മനസ്സിലാക്കാൻ സുബോധം വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുബോധം ഉണ്ടാകാൻ. മാതാപിതാക്കള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുബോധമുണ്ടാകാൻ, നാളെ വിലപിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇവൻ വീട്ടിൽ കിടക്കേണ്ടവനാ, ഒരപ്പന്റെ മകനായി ജീവിക്കേണ്ടവനാ, സകല സമ്പത്തും സകല സൗകര്യങ്ങളും സകല ആർഭാടങ്ങളോടും കൂടി കല്യാണം കഴിച്ച് വിടേണ്ടവളാ. ഇറങ്ങിപ്പോയി, അപ്പനോടും അമ്മയോടും പറയാതെ ഇറങ്ങിപ്പോയി. കോളേജിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. അപ്പനും അമ്മയും കൂടെ ആ കുടുംബം കാണാൻ പോയിട്ട് പറഞ്ഞാണ്ട്, അച്ഛാ എന്റെ മകളെ ഇങ്ങനെയല്ല വളർത്തിയത്, പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ മാറ്റി താമസിച്ചേനെ. എന്റെ കുഞ്ഞ് കിടക്കുന്ന കടപ്പാടം കണ്ടിട്ട് അച്ഛൻ ചങ്ക് തകർന്നു പോയി. കിടക്കാൻ പോലും സ്ഥലമില്ല അവിടെ, കിച്ചന്റെ സൈഡിലായി പെങ്കൊച്ച് കിടക്കുന്നത്.
കിച്ചന്റെ സൈഡിൽ. അവൾക്ക് അവിടെ കല്യാണം കഴിച്ച് എന്നിട്ട് അവൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്യാവശ്യം നല്ല സൗകര്യപ്രദമായ ജീവിതത്തിൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല. പണ്ടവിടെ നമ്മൾ പത്രത്തിൽ അതോ വായിച്ചോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് രണ്ടാം പക്കം അവള് തിരിച്ചു വന്നു. കാരണം അവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല. ഇറങ്ങിപ്പോയതാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ അവള് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എന്തൊക്കെ അവസ്ഥയാന്ന് നോക്കിക്കേ. അതുകൊണ്ട് ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നിന്റെ വിളി എന്താണെന്നും നിന്റെ വില എന്താണെന്നും യേശു ക്രിസ്തുവിൽ നീ ആരാണെന്നും ഒരു തിരിച്ചറിവ് കിട്ടും. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ ബലപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ നമുക്ക് വിലയുള്ളവരാണെന്ന്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ വഴി കിടക്കുന്നവരല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ ആ വില അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. നമ്മുടെ വിലയറിയാത്തത് കൊണ്ടാണ് വിലകെട്ടതിന്റെ പുറകെ പോകുന്നത്. നമ്മൾ പല വിലകെട്ട ജീവിതത്തിന്റെ പുറകെ പോകുന്നതിന് കാരണം എന്താ? എന്റെ വില എന്താണെന്നും എന്റെ നില എന്താണെന്നും എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്റെ വില എനിക്കറിയാമെങ്കിൽ, യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയാമെങ്കിൽ വിലയുള്ള ജീവിതം എനിക്ക് നയിക്കാൻ പറ്റും. കാരണം ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ 1 കൊരിന്തോസ് അതിന്റെ നമ്മൾ തിരിച്ചു വരും, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരും. 1 കൊരിന്തോസ് എന്റെ 6-ാം അധ്യായം എടുത്ത് 6:20 വായിച്ച് 6:19-20 വായിക്കുക. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെതല്ല, നമ്മൾ നമ്മുടെ സ്വന്തമല്ല. വചനം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. പിന്നെയോ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലയായിട്ട് കർത്താവ് കൊടുത്തത് കാൽവരി കുരിശിൽ സ്വന്തം ശരീരവും അവസാനത്തുള്ളി രക്തവുമാണ് വിലയായിട്ട്, മറുവിലയായിട്ട് കൊടുത്ത്. എന്തിനാ? നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ, നമ്മെ സ്വന്തമാക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ. പിശാചിന്റെയും പാപത്തിന്റെയും ലോകത്തിന്റെയും ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു കൊടുത്ത വില സ്വന്തം ചങ്കിലെ അവസാനത്തുള്ളി രക്തമാണ്. നമുക്ക് വിലയുണ്ട്. വിലയില്ലാത്തവരല്ല നമ്മൾ. നാട്ടുകാർ നിനക്ക് വിലയില്ലെന്ന് പറഞ്ഞാലും, വീട്ടിൽ നിനക്ക് വിലയില്ലെന്ന് പറഞ്ഞാലും, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ ഒന്നും നിനക്ക് വിലയില്ല എന്ന് നിനക്ക് തോന്നിയാലും, അവരൻ പറഞ്ഞാലും നീ വിലയുള്ളവനാണ് യേശുവിൽ. നിനക്ക് വിലയുണ്ട്. അനേകരുടെ വിഷമം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലൊരു വിലയില്ല, നാട്ടിലൊരു വിലയില്ല, കുടുംബത്തിലൊരു വിലയില്ല, ഒരു ബഹുമാനമില്ലെന്ന് പറയും. കർത്താവിൽ നിനക്ക് വിലയുണ്ട്. കാരണം അവന്റെ പരിശുദ്ധ രക്തം, അവസാനത്തുള്ളി രക്തവും വിലയായിട്ട് നൽകിയിട്ട നിന്നെ അവൻ സ്വന്തമാക്കിയത്. നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. നീ നിന്റെ സ്വന്തമല്ല, കർത്താവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വചനം ഒന്ന് വായിച്ച്. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. കണ്ടോ? അപ്പോ നമ്മൾ ലോകത്തിലാണെങ്കിൽ പോലും നമ്മൾ ലോകത്തിൻ്റെതല്ല. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിൻ്റെതായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ സ്വന്തമായി, ദൈവത്തിന്റെ സ്വന്തമായി ഈ ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആ വിലയാണ് കാൽവരി കുരിശിൽ കർത്താവ് ചിന്തിയ പരിശുദ്ധ രക്തം. എന്നെ നിന്നെ പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചികതയുടെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കർത്താവ് കൊടുത്ത വീണ്ടെടുപ്പിന്റെ അച്ചാരമാണ്, വീണ്ടെടുപ്പിന്റെ വിലയാണ്, മോചന ദ്രവ്യമാണ് ഈ പറയുന്ന കാൽവരിയിലെ യാഗം, അവന്റെ അവസാനത്തുള്ളി രക്തവും. നമ്മള് വീണ്ടെടുക്കപ്പെട്ടത് ലോകത്തിലെ വസ്തുവിലാണല്ല, യേശുവിന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വിലയുണ്ട്. ആരൊക്കെ വിലയില്ലെന്ന് പറഞ്ഞാലും എന്റെ വില ഞാൻ അറിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ എനിക്കുള്ള വില അറിഞ്ഞാലുണ്ടല്ലോ, ആരൊക്കെ നീ വിലകെട്ടവനാണെന്നോ വിലയില്ലെന്നോ പറഞ്ഞാലും അതെന്റെ മനസ്സിനെ തളർത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ വില എന്താണെന്ന്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിജിലച്ചാ അയ്യോ അച്ഛാ അത് വിലകെട്ടവനാണെന്ന് പറഞ്ഞോ, ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഇനിയിപ്പോ എനിക്ക് എന്നാ കുഴപ്പം? എനിക്കറിയാം എൻ്റെ വില എന്താണെന്ന്. നിങ്ങൾ ഇടുന്നതല്ല എൻ്റെ വില.
നാട്ടുകാരിടുന്നതല്ല എന്റെ വില, ലോകം ഇടുന്നതല്ല എന്റെ വില. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി, അവസാനത്തുള്ളി രക്തവും ചിന്തി എന്നെ അവന്റെ സ്വന്തമാക്കി മാറ്റി. എന്റെ ആത്മാവിന് സ്വർഗമിട്ടിരിക്കുന്ന വില ലോകത്തെക്കാളും വിലയുണ്ട്. അതുമല്ലേ പറയുന്നത്, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ആത്മാവിന് സ്വർഗമിട്ടിരിക്കുന്ന വില സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തത്തിന്റെ വിലയാണ്. എനിക്ക് വിലയുണ്ടെന്ന് എനിക്കറിയാം. ഈ തിരിച്ചറിവ് എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് വിലകെട്ടതിന്റെ പുറകെ പോകാൻ തുടങ്ങും. വിലകെട്ട ബന്ധങ്ങളിലേക്ക്, വിലകെട്ട ജീവിത ശൈലിയിലേക്ക്, ദുശീലങ്ങളിലേക്ക്, പാപക്കൂട്ടുകെട്ടുകളിലേക്ക്, അവിശുദ്ധ ബന്ധങ്ങളിലേക്കൊക്കെ ഒരുവന്റെ ജീവിതം പോകുന്നത് സ്വന്തം ആത്മാവിന്റെ, സ്വന്തം വീണ്ടെടുപ്പിന്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ വയ്യാതെ പോകുമ്പോഴാണ്. നിങ്ങൾ വായിക്കും 1 പത്രോസ് 1:18. കൃത്യമായിട്ട് അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് നിന്റെ ജീവിതത്തിന്റെ വിലയെന്ന്. 1 പീറ്റർ 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായൊരു ജീവിത രീതിയുണ്ട്. പിതാക്കന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന വസ്തുവിനാൽ അല്ല. ലോകം എത്ര ഇങ്ങനെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നതെന്ന് തോന്നുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, ലോകത്തിന്റെ വില കൊണ്ടല്ല, നശിച്ചു പോകുന്ന വസ്തുവിനാലല്ല, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് അവന്റെ രക്തത്താൽ. നമ്മൾ സ്വന്തമാക്കപ്പെട്ടവരാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ വിലയുള്ളവരാണ്. ഈ സെൻസ് ഉണ്ടല്ലോ, ഈ തിരിച്ചറിവുണ്ടല്ലോ. ദുരാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, തിന്മയ്ക്ക് അധികാരം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ സുബോധത്തെ എന്റെ വില എന്താണെന്നുള്ള, എന്റെ നില എന്താണെന്നുള്ള, എന്റെ വിളി എന്താണെന്നുള്ള, എന്റെ തെരഞ്ഞെടുപ്പ് എന്താണ്, എന്റെ ജീവിത ദൗത്യം എന്താണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും ആ സുബോധത്തെ കട്ട് ചെയ്തത്. ഹല്ലേലൂയ. ആ റൈറ്റ് സെൻസിനെ കട്ട് ചെയ്തു. പിന്നെ ഇവൻ എന്നാ പറഞ്ഞാലും എന്റെ തലയ്ക്കകത്ത് കയറുക. അതാണ് ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ നിന്നാണ് വരുന്നത്. ഇനി ബാക്കി വായിച്ചു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ചങ്ങല കൊണ്ട് ബന്ധിച്ചിടാൻ പറ്റില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണോ പൈശാചിക ശക്തിയാണോ? പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഈ ധ്യാന ദിവസങ്ങളിൽ 2 ദിവസവും നിങ്ങൾ വചനം കൂടിയുള്ളെങ്കിലും ആത്മാവിന്റെ പ്രവർത്തനത്തിന് നിങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം 360 ഡിഗ്രിയിൽ മാറും. ഇന്നലകളിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല നാളെ നിങ്ങൾ ആയിത്തീരാൻ പോകുന്നത്. കാരണം ആത്മാവിന് പ്രവർത്തിക്കാൻ അനുവദിക്കും. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റും. അഗസ്റ്റിനെ വിശുദ്ധനാക്കി മാറ്റാൻ പറ്റിയില്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അവനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ഇപ്പൊ കണ്ടു നിൽക്കുന്നവർ പറയും, ഇതന്നെ ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇതെന്തവന്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം, ഇതെന്ത് വിളി ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നെ വിളി ഇങ്ങനെ പെരുമാറുന്നത്. അത് ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുതരം വയലന്റ് നേച്ചറും അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ല, വല്ലാത്തൊരു ശക്തി. ഒരു 10 പേരെ അടിച്ചിടാനുള്ള ശക്തി നരന്ത് പോലെ ഇരിക്കുന്ന ടീമിനുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഈ സാധനത്തിന് എവിടെ നിന്നായി ശക്തി കിട്ടിയേ? അല്ല, പരിശുദ്ധാത്മാവല്ല. അപ്പൊ ഇവരെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാപത്തിന് ഒരു അടിമത്തമുണ്ട്. പാപത്തിന് നിന്നെ നിർബന്ധിക്കുന്ന ഒരു തിന്മയുണ്ട്. എല്ലാ പാപത്തിന്റെ പിന്നിലും ഒരു സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ദുരാത്മാക്കൾ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആത്മഹത്യക്ക് നിനക്ക് പ്രേരണ തരുന്ന ആത്മഹത്യയുടെ ദുരാത്മാവുണ്ട്.
അത് നിരന്തരം നിനക്ക് ഈ തിന്മ നിന്നെ പ്രവർത്തിക്കുമ്പോൾ നിരന്തരം നിന്നെ ഈ തിന്മ പ്രേരിപ്പിച്ചുകൊണ്ട് ചാകണം, ആത്മഹത്യ ചെയ്യണം. ഈ ദുരാത്മാവാണ് നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അതിപ്പോ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുക. ഇപ്പൊ നിന്റെ ഉള്ളിൽ അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അലസതയുടെ ദുരാത്മാവ് ഈ ഉള്ളിൽ കിടക്കുമ്പോ കിടക്കണം, ഉറങ്ങണം, തിന്നണം, വേറെ ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് വേറെ ഒരു പരിപാടി. ഈ അലസത ദുരാത്മാവ് കയറിയിട്ടുണ്ടല്ലോ, മുഴുവൻ സമയം എന്താ പറയാ? ഉറങ്ങ, തിന്നാൻ വേണ്ടി മാത്രം എഴുന്നേക്കും. ചിലപ്പോ അവിടെ കിടന്നുകൊണ്ട് അമ്മേ വാരിത്തരാമോ? ഇവന് എഴുന്നേക്കാനുള്ള മടി, അത്ര അലസനാണ്. ഒരു അമ്മേന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ അവൻ രാവിലെ കടന്ന വൈകിട്ട് വരെ അവൻ കട്ടിലേക്ക് കിടക്കും. സോഫ പോലത്തെ ഒരു സാധനം, ദിവാങ്കോട്ട് പോലത്തെ. അതെ. എന്നിട്ട് TV ഓണാക്കി വെച്ചിട്ടുണ്ട്, മൊബൈലും കുത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് നീ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നീ TV ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നീ മൊബൈൽ കാണും, അല്ലെങ്കിൽ നീ മൊബൈലിൽ കുത്ത, അല്ലെങ്കിൽ TV ഓഫ് ചെയ്യും. അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. അത്ര അലസനായതുകൊണ്ട് തിരിഞ്ഞു പോലും കിടക്കുകയില്ല. കിടന്ന പൊസിഷനിൽ തന്നെ പുള്ളി കിടക്കോളുന്നു. തിരിഞ്ഞു കിടക്കാൻ മടിയാവന്. എന്തൊരു സാധനം നോക്കിയ, ഒരു പണിയാനും ചെയ്യില്ല അച്ഛാ. വീട്ടിൽ ഞങ്ങളിവിടെ ഒരു പണിയും പുള്ളി ചെയ്യല. ആകെ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവൻ്റെ അമ്മ അവനെ കുറിച്ച് പറഞ്ഞു ഇത്രേ ഉള്ളൂ. ആകെ ചെയ്യുന്ന ഒരു പണി എൻ്റെ അച്ഛാ, അവൻ തിന്ന പാത്രം കൊണ്ടുവന്ന് അവിടെ നിന്നെടുത്ത് സിങ്കിൽ കൊണ്ടുവന്നിടും. ഏനെ ഇത്രയെങ്കിലും നന്മയുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അതുപോലും ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അച്ഛാ, അവൻ്റെ അണ്ടർവെയർ ഞാൻ കോലും കൊണ്ട് തോണ്ടി എവിടെ നിന്നാ എടുക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അപ്പുറത്തായിരിക്കും എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അടിവസ്ത്രം പോലും ഈ ടീം കഴുകാല. 15 വയസ്സായപ്പോ അതിനെ കുറിച്ച് പറയുന്നത്. സ്വന്തം അടിവസ്ത്രം പോലും കഴുകാല. എന്നാ പിന്നെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടിയിടുവാണെങ്കിൽ ഇത് അമ്മ പറഞ്ഞു, എന്താ അച്ഛൻ ഞാൻ ഇവിടെ തപ്പി നടക്കണം, ഇത് എവിടെയാണ് കിടക്കുന്നത്? പാൻസ് അവിടെ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ കോർണറിലുണ്ടാകും, അണ്ടർവെയർ അവിടെ തൂങ്ങി കിടപ്പുണ്ടാവും. ഇതെല്ലാം കോല് കൊണ്ട് കുത്തി എടുത്തിട്ട് വേണം അലക്കിയിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് വയ്ക്കാൻ. അടിവസ്ത്രം പോലും കഴുകുകയില്ല. അത്ര ഈ സ്പിരിറ്റാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മുഴുവൻ സമയം ഈ തിന്മ കിടക്ക് നീ കിടന്നോ, ഉറങ്ങിക്കോ. ഒരു ആയുസ് മുഴുവൻ ഉറങ്ങി തീർക്കുന്നവരുണ്ട്. എന്തൊരു ജീവിതമാണെന്ന് നോക്കി. നമ്മൾ ജീവിച്ച് തീർക്കാൻ നോക്കുക ഒരാഴ്ച. മരിക്കുന്നതിന് മുമ്പ് അല്ലേ ജീവിച്ച് മരിക്കാന്നൊക്കെ പറയും. അല്ലെ, ചിലർ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ച്. ഇനിയിപ്പോ അവനെന്താണോ ജീവിക്കാൻ പോകുന്നത്? ഈ അലസതയുടെ സ്പിരിറ്റാണ് അത്. ആ തിന്മ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അതും ആത്മീയ ജീവിതത്തിനോ ആത്മാവിനോ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിലെ ഇവർ വ്യാപരിക്കുകയുള്ളൂ. വേണമെങ്കിൽ മണിക്കൂറിൽ അവിടെ കിടന്ന് മൊബൈൽ വീഡിയോ ഗെയിം കളിച്ചോളും. മണിക്കൂറുകൾ അവിടെ ഇരുന്ന് വീഡിയോ കണ്ടോളും. അത് ഒരു മണിക്കൂറുകൾ, ചിലപ്പോൾ 8-10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് വീഡിയോ ഗെയിം കാണാൻ കളിക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സ്പിരിറ്റ് ആണ് പ്രവർത്തിക്കുന്നത്. ഈ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അമാനുഷികമായ ശക്തിയുണ്ട്. നോർമലുള്ള ശക്തിയല്ല, അമാനുഷികമായ ശക്തി. ഈ വാശിയൊക്കെ കയറി കഴിഞ്ഞ്, ദേഷ്യമൊക്കെ കയറി കഴിഞ്ഞാൽ, ഈ വെറുപ്പും ദേഷ്യം ഉള്ളിൽ കയറി ആ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴല്ലോ, അപ്പനോട് അമ്മയോടൊക്കെ ദേഷ്യം വേണമെങ്കിൽ ഓടിപ്പോയിട്ട് മോളിപ്പോയിട്ട് വാതിലങ്ങോട്ട് കുട്ടി അങ്ങോട്ട് അടച്ചങ്ങോട്ട് കയറിയിട്ട് ഒറ്റ ഇരിപ്പ. കർത്താവ് 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത പോലെ ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അവിടെ ഇരിക്കും. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, അതിനകത്തിരിക്കും. ധ്യാനത്തിന് വരും. ഒരു നേരം ഉപവസിക്കാൻ പറഞ്ഞു, അയ്യോ അച്ഛാ വരട്ടണില്ല അച്ഛാ, ഭയങ്കര വിശപ്പാ അച്ഛാ. ഈ സാധനം 3 ദിവസം വീട്ടിൽ നിന്ന് വരുന്നേക്കാളും മുമ്പ് തന്തയോടും തള്ളയോടുള്ള ആ ദേഷ്യം കാരണം 3 ദിവസം ഒരു മുറിയിൽ അടച്ചിട്ട് മൊബൈലും കുത്തി പട്ടിണി കിടന്ന സാധനം. ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണമില്ല എന്നുള്ളതാണ്, ഒരു ക്ഷീണമില്ല. ദുരാത്മാവ് പ്രവർത്തിക്കുമ്പോ ഒരു അമാനുഷികമായ ശക്തി നമ്മളിലുണ്ട്. മാനുഷികമല്ല, ദൈവികമല്ല, പൈശാചികമായ എൻഡ് റിസൾട്ട്. അതാണ് നമ്മൾ നോക്കണം അല്ലെ. ഒരു വൃക്ഷത്തെ അറിയുന്നത് ഫലത്തിൽ നിന്നാണ്. ഒരു വൃക്ഷത്തെ അറിയുന്നതിന്റെ ഫലത്തിൽ നിന്നാണ്. നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റും. നമ്മളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല എങ്കിൽ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മയാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു വാ. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. തിരിച്ചു വാ. ഇപ്പൊ പറയാണ്, അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും
ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ പറ്റണില്ലല്ലോ. മക്കളെ ഒന്ന് ഒതുക്കാൻ നോക്കിയിട്ട് പറ്റണില്ലല്ലോ. പറ്റണുണ്ടോ? ജീവിത പങ്കാളിയെ ചില മേഖലയിൽ ഒന്ന് ഒതുക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടോ? ഒരു ധ്യാനത്തിന് കൊണ്ടുവരാൻ നോക്കിയിട്ട് പോലും പറ്റണില്ല അല്ലേ? ഒന്ന് ദേവാലയത്തിൽ കൊണ്ടുപോകാൻ പോലും നോക്കിയിട്ട് പറ്റണില്ല. ഒതുക്കി നിർത്താൻ പറ്റില്ല. കാരണം പിശാച് അവളെ ഒതുക്കി നിർത്തിയിരിക്കുക. പറ്റിയല്ല. നമുക്ക് ഒരു കൺട്രോൾ കിട്ടാത്ത രീതിയിൽ സൈറ്റൻ കൺട്രോൾ ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമിലൊക്കെ പോയി കഴിയുമ്പോണ്ടല്ലോ, അവരോട് താമസിക്കാന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട്. നമ്മുടെ മനസ്സ് തകരും. ചില സമയത്ത് ഇവരുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ തകരുന്ന, മനസ്സ് നീറുന്ന, നമുക്ക് അവസാനം നമുക്ക് ജീവിക്കേണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ വരും. ഈ പിള്ളേരുടെ കൂടെ, ഈ ജീവിത പങ്കാളിയുടെ കൂടെ, ഈ മക്കളുടെ കൂടെ ഈ തിന്മയുടെ അടിമത്തത്തിൽ സ്വാധീനത്തിലായിരിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ കൂടെ താമസിക്കുമ്പോൾ അവരോടൊപ്പമുള്ള സഹവാസം ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് ആ തിന്മ വന്നിട്ട് നമുക്ക് പോലും ജീവിക്കണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ എത്തും. നമ്മുടെ മനസ്സിന് വല്ലാതെ അതങ്ങോട്ട് തകർക്കും. ഇവിടെയാണ് ദൈവിക ജ്ഞാനം വേണ്ടത്. അവരെൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ വിഷയത്തെയും ദൈവസ്നേഹത്തിലെ എടുക്കാവൂ, ദൈവകാരുണ്യത്തിലെ എടുക്കാവൂ. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരുവൻ കാരണം നിന്റെ ആത്മീയ ജീവിതം തകരും. നിന്റെ വൈകാരികതയ്ക്ക് വ്രണങ്ങളുണ്ടാകും. നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. നിന്റെ സ്വസ്ഥത പോകും. നിനക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിന്റെ മനസമാധാനം പോകും. കാരണം എന്താ? മകളുടെ കല്യാണപ്രായമായി, മകളുടെ കല്യാണം നടന്നില്ല. മകന് 35 വയസ്സായി, ഇപ്പോഴും കല്യാണം നടന്നിട്ടില്ല. ഇതാണ് അമ്മച്ചിയുടെ വിഷമം. ഈ മകനെ കുറിച്ച് ചിന്തിച്ചു ആലോചിച്ച് അമ്മച്ചി പറയുന്നുണ്ട്, അച്ഛാ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അച്ഛാ പ്രാർത്ഥിക്കാൻ എനിക്ക് മകന്റെ കാര്യമല്ല. ഇത്രയും പ്രായമായിട്ട് അവന്റെ കല്യാണം കഴിഞ്ഞില്ല. ഇവന്റെ നാളിനി എന്തായിത്തീരും, ഇവന്റെ കുടുംബം എന്താണ്, ഇവന് തലമുറ എന്താ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇനിയിപ്പോ കല്യാണം കഴിക്കോ കിട്ടോ, ഇതൊക്കെ ആലോചിച്ചിട്ട് അച്ഛാ എന്റെ ഉറക്കം പോയി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നോ. സൈറ്റൻ അറ്റാക്ക് ചെയ്യാനുള്ള വഴികൾ നോക്കിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞു, വൈകാരികമായി ഏറ്റവും അടുപ്പമുള്ള ചില ജീവിതങ്ങളിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മേൽ അധികാരം എടുത്തുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ പോലും സൈറ്റൻ തകർക്കാനുള്ള കെണിയൊരുക്കും. അതിനുള്ള വിവേകം നമുക്ക് വേണം. ചുറ്റുപാടും നിൽക്കുന്നതിനെ ചുറ്റുപാടും നിർത്താനുള്ള ഒരു പടി അകലം. കർത്താവ് പോലും തൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ തീവ്രമായ ദുഃഖത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അപ്പസ്തോലന്മാരെ ഒരു കല്ലേറ് ദൂരം നിർത്തി. ബാക്കി എല്ലായിടത്തും കൂടെ കൊണ്ടുപോയതാ അല്ലേ? ബാക്കി എല്ലായിടത്തും കൂടെ. പക്ഷെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവത്തോടുള്ള ബന്ധം വന്നപ്പോ തൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലായിടത്തും കൂടെ കൊണ്ടുപോയി അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ നടുവിൽ കൂടെ നിർത്തി അപ്പസ്തോലന്മാരെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തി. അവർ സ്വാധീനിക്കും. അത് അസ്വസ്ഥ ഉണ്ടാവും. ഇല്ല, തിരിച്ചു വന്നപ്പോൾ അവർ കടന്നുറങ്ങും. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിക്കുക. എന്നിട്ട് കർത്താവ് വീണ്ടും ആ ഒരു ദൈവത്തിൽ തന്നെ സമർപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഈശോ തിരിച്ചു പോവുക. ഇപ്പൊ നമ്മൾ അവർ അടുത്താണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കിടന്ന് വിട്ട് ഉറങ്ങുവാണെങ്കിലോ ആ സമയം പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല അല്ലെ? നമ്മൾ ചിലപ്പോൾ സന്ധ്യാപ്രാർത്ഥന തുടങ്ങുമ്പോഴേ ഇവൻ അവിടെ നിന്ന് തോണ്ടാൻ തുടങ്ങും. അവസാനം എൻ്റെ പ്രാർത്ഥന നശിപ്പിക്കാനായിട്ട് വന്നേക്കുന്നു കുരുത്തം കെട്ടത്. അവസാനം നിങ്ങൾക്ക് തോന്നും ഇവൻ വരാതിരിക്കുന്നതായിരുന്നു, ഇവനെ പ്രാർത്ഥിപ്പിക്കാൻ ഇരുത്തുന്ന ബലം പിടിച്ചുകൊണ്ട് നിർത്തിയതാ. അവസാനം നിങ്ങളുടെ ബലവും പോയി, നിങ്ങളുടെ സമാധാനവും പോയി ഈ സാധനം കാരണം. ഹല്ലേലൂയ. ഇപ്പൊ നിന്റെ കുടുംബാംഗങ്ങൾ, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് രോഗം വരുമ്പോ, മരണം വരുമ്പോ, അസ്വസ്ഥത വരുമ്പോ, അടിമത്തം വരുമ്പോ, അവിടെ ജീവിതത്തിന്റെ മേൽ തിന്മ പ്രവർത്തിക്കുമ്പോ അത് നിന്റെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു ദൈവീക ജ്ഞാനവും വിവേകവും നമുക്ക് വേണം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ ഉണ്ടല്ലോ അവസാന നിമിഷത്തിൽ വെറുതെ ജീവിത പങ്കാളി മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകും, നീ നിരാശയിൽ നരകത്തിലും പോകും. നീ 50 വർഷക്കാലം പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടി? ഈ ടീമിന് വേണ്ടി, ഈ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറാൻ വേണ്ടി നീ കെട്ടിക്കൊണ്ടുവന്ന നാള് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അവസാനം ഇതിന് മാനസാന്തരമൊന്നും ഇല്ലാത്ത കൊണ്ട് എൻ്റെ അമ്മയെ കർത്താവെ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ സാധനം മാറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഇപ്പൊ നിരാശയായി, സങ്കടമായി, അവസാനം ഈ സാധനം നരകത്തിലും പോകും. പുള്ളി അവസാനം ബോധോദയുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് തെറ്റ് പറ്റിയതുകൊണ്ട് പുള്ളി സ്വർഗത്തിലും പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അപകടം നമുക്കുണ്ടാകരുത്. എന്ത്?
നമ്മുടെ കൂടെയുള്ളവരുടെ മേൽ തിന്മ പ്രവർത്തിക്കുമ്പോൾ ആ തിന്മ നിന്നിൽ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു വിവേകം, ഒരു ദൈവീക ജ്ഞാനം നീ എടുക്കണം. ഹല്ലേലൂയ. ശ്രമർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട്, സംഭവിക്കും. നമുക്ക് ഒരു കുടുംബത്തിലാകും ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകും. മക്കൾ വഴിതെറ്റി പോകും, ജീവിത പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാകും, രോഗം വരാം, തകർച്ച. ഈ ലോകത്തിലാണ്. ലോകത്തിൻ്റെ പല സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടാതെ പറ്റില്ല. ഒരു സുന്ദരമായ, ഒരു സുഖകരമായ, എല്ലാ കംഫർട്ടബിളായിട്ട് ഒരു ജീവിതം ഈ ലോകത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നടക്കാൻ പോകുന്ന കാര്യമില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട കർത്താവ് അത് പറഞ്ഞിട്ടില്ല, സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും എന്നാ പറഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം, സഹനം, വേദന, പ്രലോഭനം ഉണ്ടാകുമെന്നാ പറഞ്ഞത്. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞെരുക്കുണ്ടാകുമ്പോ ഭയപ്പെടരുത്, അസ്വസ്ഥരാകരുത്, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കരുത്ത്. ഇതാണ് നമ്മുടെ കരുത്ത്. ഇത് മാത്രമാണ് നമ്മുടെ കരുത്ത്. ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. ഹല്ലേലൂയ. ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ അവന്റെ സ്നേഹത്തിൽ നമ്മെ കീഴ്പ്പെടുത്തിയാൽ, ആ സ്നേഹത്തിന് നമ്മൾ കീഴ്പ്പെട്ടാൽ പിന്നെ ലോകത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരെ കണ്ടവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പസ്തോലന്മാർ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പസ്തോലന്മാരെ കണ്ടവർ പറഞ്ഞു, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇതാ നമ്മുടെ ഇടയിൽ. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇതാ നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ, പരിശുദ്ധാത്മാവുള്ള ജീവിതങ്ങൾ അങ്ങനെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യരായിട്ട് മാറും. ജഡത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യരായിട്ട് മാറും. പ്രലോഭനങ്ങളെയും പൈശാചിക പ്രവർത്തനങ്ങളുടെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ.